ഹലോ നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ബീഫ് കട്ട്ലൈറ്റ്. അതിനായിട്ട് നമ്മൾ 400 ഗ്രാം ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൈകൊണ്ട് വളരെ നല്ല രീതിയിൽ തിരുമ്മി കൊടുക്കാം. അങ്ങനെ തിരുമ്മിയെടുത്ത ബീഫിനെ നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം. അല്പം വെള്ളം കൂടെ ഒഴിച്ച് അതിനെ വേവിച്ചെടുക്കാനായിട്ട് തീയുടെ മുകളിലേക്ക് വെക്കാം. 400 ഗ്രാം ഉരുളക്കിഴങ്ങാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെയും നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ കട്ട്ലൈറ്റിന് ആവശ്യമായ മറ്റ് ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 2 സവാള ഇവിടെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മുളകും ചെറുതായ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കരിയാപ്പില. നമ്മുടെ കട്ട്ലൈറ്റിന് ആവശ്യമായ മസാലക്കൂട്ട് എന്ന് പറയുന്നത് 1.5 സ്പൂണോളം മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയാണ് നമ്മുടെ മസാലകൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. വെന്ത് വന്നിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ല വെണ്ണ പോലെ ഉടച്ചെടുക്കാം. ഒരു പാനെടുത്ത് തീയുടെ മുകളിലേക്ക് വെക്കുക. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കരിയാപ്പിലയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടെ വളരെ നല്ല രീതിയിൽ വഴണ്ടു വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകളെല്ലാം ഒരുമിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ നല്ല രീതിയിൽ മൂപ്പിച്ച് ഈ കളറാവുന്നത് വരെ അതിനെ വഴറ്റിയെടുക്കുക. വളരെ നല്ല രീതിയിൽ നമ്മളുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിലെ വെള്ളമയം പോകുന്നിടം വരെ ഇതിനെ മൂപ്പിച്ചെടുക്കും. വെള്ളമയമൊക്കെ പോയി നല്ല മൂത്ത് വന്നിരിക്കുന്ന ബീഫിലേക്ക് നമുക്ക് നമ്മുടെ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ നല്ല രീതിയിൽ ഇതിനെ ഇളക്കി മിക്സ് ചെയ്യുക. നമ്മളുടെ മിശ്രിതം എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റോളം വേവിച്ച് അതിനെ ഒരു ബോൾ രൂപത്തിലേക്ക് ആക്കിയെടുക്കുക. കുറച്ച് റസ്ക് എടുത്ത് നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് അതിനെ പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. 2 മുട്ടയെടുത്ത് അതിനെ പൊട്ടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിൽ നിന്നും കുറച്ചെടുത്ത് ഒരു ബോൾ രൂപത്തിലാക്കി നമുക്ക് വേണ്ട ആകൃതിയിലെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ്. ആ അടപ്പിലേക്ക് ആ ഉരുള വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് കമത്തി വെച്ച് അതിനെ നമ്മുടെ കയ്യിലേക്ക് തന്നെ തട്ടുക. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കയ്യിലേക്ക് വീഴുകയും അത് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ മുറിഞ്ഞു പോവുകയോ ഒന്നുമില്ല. വളരെ നല്ല ഉറപ്പോട് കൂടി തന്നെ കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലൈറ്റുകളെല്ലാം ഇതേ രൂപത്തിൽ തന്നെ ചെയ്തെടുക്കാം. നാം ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ട്ലൈറ്റുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റസ്കിൻ്റെ പൊടിയിൽ 2 സൈഡും ഒന്ന് കോട്ട് ചെയ്തെടുത്ത് ഓരോന്നോരോന്നായിട്ട് മാറ്റി വെക്കാം. ഒരു പാനെടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. ചൂടായി വരുമ്പോൾ അതിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോരോ കട്ട്ലൈറ്റുകളായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എടുത്തിടാം. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കതിനെ മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ആ വശവും നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കട്ട്ലൈറ്റുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ വാങ്ങി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിൽ 1-2 ടിഷ്യൂ ഇടാം, എന്നാലേ കുറച്ച് എണ്ണ വലിച്ചെടുക്കും. ഒരു സെറ്റ് കട്ട്ലൈറ്റ് കൂടാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. അത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സൈഡായിട്ട് കൂട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു സലാഡും ഉണ്ടാക്കാം. 2 ഒനിയൻ എടുക്കുക. അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വളരെ നല്ല രീതിയിൽ അതിനെ കൈകൊണ്ട് തിരുമുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതിനകത്തെ വെള്ളം വളരെ നല്ല രീതിയിൽ ഞെക്കി പിഴിഞ്ഞ് കളയുക. പച്ചമുളക് ഇതിനൊപ്പം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വളരെ നല്ല രീതിയിൽ മിക്സ് ആക്കുക. ഇപ്പോൾ നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കട്ട്ലൈറ്റ് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കട്ട്ലൈറ്റ് എടുക്കുക. നമുക്ക് ഇതിന് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സലാഡ് കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
Wow. Super. Kidnowski.